ഹലോ, വെൽക്കം ബാക്ക് റിയാസ് വേൾഡ്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഷോപ്പിങ്ങിന് പോയ വ്ളോഗാണ് ഇട്ടത്. നമുക്ക് കുറച്ച് ഗ്രോസറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ. ഇവിടെ സമ്മർ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ നല്ല ചൂടാട്ടോ. ഇപ്പോൾ നമ്മൾ ഉച്ചക്കും കൂടിയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ വേഗം പോവുകയാണ്. മോള് തൊപ്പിയും മോന് ടർക്കിയൊക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് ഹസ്ബൻഡിന് ലീവില്ലാത്തതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെയാണ് പുറത്തിറങ്ങൽ. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിന് ലീവും ഇല്ല, പിന്നെ മോക്ക് സ്കൂളും മദ്രസ ഒരു ദിവസം ലീവും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അൽറായിലില്ല ലുലുക്കാന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ലുലു ആകുമ്പോൾ തന്നെ എല്ലാ സാധനവും അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ. നമുക്ക് എല്ലാ കടയിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങണ്ടല്ലോ, ചൂടുമല്ലേ, മക്കളെയും കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങണ്ടല്ലോ എഴുതിയിട്ടാണ് നമ്മൾ നേരെ ലുലു പോകാറുന്നിട്ട് ലുലുക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ലുലുവിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന അവിടെ തന്നെ നമ്മളെ ട്രോളി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ട്രോളിയൊക്കെ എടുത്തിട്ടാണ് ആദ്യം തന്നെ കയറുന്നത് കേട്ടോ. പിന്നെ ഉണ്ടോ അവിടെ കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാത്തിലും പൈസ ഇടണം. പൈസ ഇടാതെയൊന്നും വർക്കാവില്ല കേട്ടോ. നമ്മൾ പക്ഷേ പൈസ ഇട്ടിട്ടൊന്നുമില്ല. മോളിങ്ങനെ വെറുതെ എല്ലാത്തിലും കയറി ഇരുന്നുകൊണ്ട് ഓള് ഹാപ്പി ആട്ടോ. ഓളെല്ലാത്തിലും ഓരോന്നിലും ഇറങ്ങി കയറി അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോയും അതൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോന്നപ്പോഴാണ് അവിടെ എന്തോ ഫുഡിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് രാത്രിയാണ് അവിടെ. പക്ഷെ നല്ലപോലെ അലങ്കരിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആക്ട്രസ് മഹിമ നമ്പ്യാറൊക്കെ വന്ന് ഇനാഗ്രേഷനൊക്കെ ചെയ്തേക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ പോയിൻ്റെ തലേ ദിവസം രാത്രി 7 മണിക്കായിരുന്നു കേട്ടോ. പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട്, 2-3 ഷെഫൊക്കെ വന്നിട്ടില്ല. നല്ല വലിയ പരിപാടിയായിരുന്നു തോന്നുന്നത്. അങ്ങനെ അവിടെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ക്യാൻഡി സെക്ഷൻ കേട്ടോ വന്നത്. എന്താ അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാൻഡിയാണ്. കുറേ ആയി ഞാൻ തിരയുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കിട്ടിയ സന്തോഷമാണത്. അവൾ കുറേ ആയി തിരയുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കണ്ട് നല്ല ഹാപ്പിയായിരുന്നു ഫസ്റ്റ് തന്നെ അത് കിട്ടിയപ്പോൾ കേട്ടോ. പിന്നെ അവൾ വേഗം കയറി ചെന്നിട്ട് ഒരു ട്രോളിയിലിരുന്ന്. ഇപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് തന്നെ എൻ്റെ തലയൊക്കെ അതിൽ മുട്ടുന്നുണ്ട്, പിന്നെ കൊള്ളുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അവൾ ഇരുന്നിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങളെ സെക്ഷനിലേക്കാണ് വന്നത്. അവിടെ കുറേ അധികം പാത്രങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോകം തന്നെയാണ് അവിടെ. നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം നോക്കി നിന്ന് നമുക്ക് വാങ്ങാൻ തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് ഉപകാരമുള്ളതല്ലേ, നമുക്ക് വാങ്ങിയിട്ട് കാര്യമുള്ളൂ, കുറേ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി നിന്നത്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞ ക്യൂട്ടായിട്ടില്ല പാത്രങ്ങൾ. ഇതൊക്കെ കണ്ടോ എന്തോ ഒരു ഭംഗിയില്ല കപ്പാന്നത്. നമ്മളെ ഒറിജിനൽ ഫ്ലവറാണ് അതിൽ വെച്ചിരിക്കുന്നത് തോന്നിപ്പോട്ടോ. അങ്ങനെ നമ്മളത് എടുത്ത് നോക്കിയതാണ്. കുറേ നേരം അതന്നെ കൈ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ പിന്നെ നമ്മൾ മീനിൻ്റെ ഒക്കെ സെക്ഷനിലോട്ടാട്ടോ വന്നത്. അപ്പോൾ അവിടെ കുറേ മീനുണ്ട് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ കുറേ അധികം മീനിനെ അവിടെ കണ്ടു കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ ലോബ്സ്റ്ററും കല്ലുമ്മക്കായയും സാൽമണും ഒക്കെ നല്ലോണം ഉണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ മറ്റേ ഫുഡ് കോർട്ടിലോട്ട് വന്നിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ കരുതിയിട്ട് ഫുഡ് കോർട്ടിലാണ് വന്നത്. നമ്മൾ അവിടുന്ന് ഒരു ഉഴുന്നുവട ഇട്ടെടുത്തത്. എന്താ വേണ്ടത് ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഉഴുന്നുവട എടുക്കാറ്. നമ്മളൊരു പ്രാവശ്യം സമൂസയും ഒക്കെ അത് അവിടുന്ന് വാങ്ങിയിട്ട് അത്ര നല്ലതല്ലേന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാവശ്യം ഉഴുന്നുവട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. ഉഴുന്നുവട നല്ലതായിരുന്നു കേട്ടോ, ഫ്രഷ് ആയിരുന്നു, പുതിയതായിട്ട് ഉണ്ടാക്കിയത് തോന്നണം കേട്ടോ. അങ്ങനെ മൂക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ മാങ്ങക്കായിട്ട് വേറൊരു പ്രത്യേക സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മാങ്ങയൊക്കെ അവിടെ അതിനായിട്ടുള്ള ഡെക്കറേഷനൊക്കെ വെച്ചിട്ടാണ് നല്ല ഉഷാറാക്കിയിരിക്കുന്നത് കേട്ടോ. അവിടെ അതിൻ്റെ സ്മെല്ല് ദൂരത്തേക്ക് തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറേ നേരം നിന്ന് ഓരോന്ന് മണത്ത് നോക്കി നിൽക്കുന്നു കേട്ടോ. കണ്ടോ, അതേ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ മാങ്ങയൊക്കെ നല്ല വെച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുന്നത്. അവിടെ പല വിധ മാങ്ങയുണ്ട് കേട്ടോ. എല്ലാവരും മാങ്ങ എടുക്കുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ റംബുട്ടാൻ, അങ്ങനെ സീസണൊന്നും ഇല്ലാതെ തോന്നുന്നു കേട്ടോ. എല്ലാവിധ ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്. ബ്ലാക്ക് ബെറി, മൾബെറി, ബ്ലൂബെറി ഉണ്ടോ. മഷ്റൂംസൊക്കെ പല വിധമാണ്. അതുപോലെ പച്ചക്കുരുമുളക്, നമ്മളെ നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് ലുലുവിൽ കേട്ടോ. അതാണ് നമുക്ക് ലുലുവിൽ കയറിയാലില്ല ഉപകാരം. നമുക്ക് പിന്നെ വേറെ എവിടെയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉണ്ടോ പച്ചക്കുരുമുളകൊക്കെ, ക്യാപ്സിക്കൻ ഉണ്ട് പല കളറിൽ ക്യാപ്സിക്കം, മഷ്റൂംസ് തന്നെ പല ഐറ്റംസിലാണ് കേട്ടോ. പല വലിപ്പത്തിലും പല ആകൃതിയിലൊക്കെ ആയിട്ടില്ലേ ഉണ്ടോ. തക്കാളി ചെറുതും വലുതും ആയിട്ടുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി വാങ്ങാമല്ലോ അതിൻ്റെ മുകളിലത്തെ സെക്ഷനിലാട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ കരുതിയിട്ട് ഇവിടുന്ന് ബില്ലടിച്ചങ്ങാണ്ട് ഇറങ്ങാന്ന്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ ജ്യൂസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചിട്ട് കുടിക്കാനായിട്ട് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് പൈനാപ്പിളും വാട്ടർ മെലണും ആട്ടോ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ 2 ഓർഡർ ചെയ്തിട്ടോ. നല്ല ടേസ്റ്റില്ല, നല്ല ജ്യൂസ് ആയിരുന്നു. നമ്മൾ തണുപ്പൊന്നും അധികം വേണ്ട പറഞ്ഞിട്ട് നമ്മൾ പാകത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മുകളിലോട്ട് കയറിയാൽ പിന്നെ ആദ്യം തന്നെ ടോയ്സിൻ്റെ സെക്ഷനിലോട്ടോ അതാണ് നമ്മൾ വരുന്നത്. അവിടെ വന്നാൽ പിന്നെ കുട്ടികളൊക്കെ അവിടെ സ്റ്റെക്കാവും. അവിടുന്ന് പിന്നെ പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് മല്ലാന്ന്. നമ്മളങ്ങനെ അവളെ വലിച്ച് കൊണ്ടുപോയിക്കാട്ടോ. അവൾ മദ്രസ് സ്റ്റാർട്ടായിട്ടുണ്ട്. നാളെ മുതൽ പുതിയ മദ്രസ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നോട്ട് ബുക്കും പെൻസിലും അങ്ങനെയൊക്കെ വാങ്ങാൻ വെച്ചിട്ടാണ് മുകളിലേക്ക് വന്നിട്ടുള്ളത്. മുകളിൽ ഒരു ലോകം തന്നെയാണ് കേട്ടോ. കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ഒക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ.